HMP വൈറസ് ബാധ സംബന്ധിച്ച് സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രാജ്യത്ത് HMPV പടരുന്ന സാഹചര്യം നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. HMP വൈറസ് രോഗബാധ ഭീതിയിൽ തൃശൂർ ജില്ലയിൽ. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവം. തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജനീഷ് പിടിയിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരം മുറുകി. 781 പോയിന്റുമായി തൃശൂരും കണ്ണൂരും ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 779 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൽ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് പെട്ടി ഓട്ടോയിലിടിച്ച അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. HMP വൈറസ് ബാധ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാസ്ക് ധരിക്കുന്നതടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യം. ഇന്ത്യയിൽ HMPV ജനിതക മാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൂക്ഷ്മമായ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. വിദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങളില്ലെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ ജാഗ്രത ആവശ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തെറ്റായ വാർത്തകളാണ്, വാസ്തവവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ്. റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയുടെ ഭാഗമായി ഈ വൈറസ് പലതവണ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023-ലെയും 2024-ലെയും ഡേറ്റ എടുത്താൽ 11 സാമ്പിളുകളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററും വലിയൊരു സാമ്പിൾ അല്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ വൈറസ് അല്ല. ആഗോളതലത്തിൽ തന്നെ 2001-ൽ കണ്ടുപിടിച്ചു. അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലും അനേക വർഷങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നൊരു വൈറസാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന രീതിയിൽ, ഭീതിപ്പെടുത്തുന്ന നിലയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ വരുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് തെറ്റിദ്ധരിപ്പിക്കരുത്, ആശങ്ക പടർത്തരുത് എന്നുള്ളതാണ് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. HMP വൈറസ് രോഗഭീതിയിൽ തൃശൂർ ജില്ലയും. രോഗബാധ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടക്കുന്നില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ 10-ലധികം പേർക്ക് രോഗം ബാധിച്ചതായി സൂചനയുണ്ട്. എന്നാൽ ഔദ്യോഗികമായി വിവരം പുറത്തുവിട്ടിട്ടില്ല. ആശുപത്രിയിലെ പരിശോധനയിൽ വൈറസ് കണ്ടെത്തിയെങ്കിലും കൂടുതൽ പരിശോധനയ്ക്കായ സാമ്പിൾ പൂനെയിലെ ലാബിലേക്ക് അയച്ചിട്ടില്ല. രാജ്യത്ത് HMPV പടരുന്ന സാഹചര്യം നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ന് നാഗ്പൂരിൽ 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 8ആയി. രോഗം സ്ഥിരീകരിച്ച ആർക്കും ചൈനയുമായി ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എങ്കിലും ജാഗ്രതയോടെ മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യത്ത് അസ്വാഭാവിക രോഗപകർച്ചയില്ലെന്നാണ് വിലയിരുത്തൽ. ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ വർധനവുണ്ടാകും. പരിശോധന ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിക്കിടെ ഗാലറിയിൽ നിന്ന് വീണ ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സ് ഉടമ പിടിയിൽ. PS ജനീഷിനെയാണ് പോലീസ് പിടികൂടിയത്. കോടതി നിർദ്ദേശിച്ചിട്ടും ജനീഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നില്ല. ആശുപത്രിയിലായിരുന്നു എന്നാണ് വിശദീകരണം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഡിസംബറിൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിക്കിടെ 15 അടി ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണാണ് ഉമാ തോമസിന് പരിക്കേറ്റത്. സംഭവത്തിൽ MT കൃഷ്ണകുമാർ, V ബെന്നി, ഷമീർ, മൃദംഗ വിഷൻ ഉടമ നികോഷ് കുമാർ എന്നിവരെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ മുറുകി. കലാകിരീടത്തിനായുള്ള പോരാട്ടത്തിൽ കണ്ണൂരും തൃശൂരും ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 781 പോയിന്റുമായി കണ്ണൂരും തൃശൂരും ഒപ്പത്തിനൊപ്പം കുതിപ്പ് തുടരുന്നുണ്ട്. 779 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്താണ്. ആകെയുള്ള 249 ഇനങ്ങളിൽ 179 എണ്ണം പൂർത്തിയായി. നാടകം, ഭരതനാട്യം, നാടോടി നൃത്തം തുടങ്ങിയ ഇനങ്ങളിലാണ് ഇന്ന് മത്സരങ്ങൾ അരങ്ങേറുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടി ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ആൺകുട്ടികളുടെ ഏകാഭിനയ വിഭാഗത്തിലാണ് അനന്യാസ് ഡിറ്റനാണ് A ഗ്രേഡ് നേടിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തമായി എഴുതിയ സ്ക്രിപ്റ്റിലാണ് ഈ പ്രതിഭ ഏകാഭിനയം കാഴ്ചവെച്ച് കാണികളുടെയും ജഡ്ജസിന്റെയും പ്രശംസ ഒരുപോലെ പിടിച്ചുപറ്റിയത്. ചെമ്പൂച്ചിറ സ്വദേശി മാളിയേക്കൽ ഡിറ്റൻ ടിസി ദമ്പതികളുടെ മകനാണ്. താരങ്ങളെ
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നും താരമായി തൃശൂരിൽ നിന്നുള്ള നന്ദന. മത്സരിച്ച 2 ഇനങ്ങളിലും എ ഗ്രേഡ് നേട്ടത്തോടെയാണ് നന്ദന ജില്ലയുടെ അഭിമാന താരമായി മാറിയത്. ഹൈസ്കൂൾ വിഭാഗം നങ്ങ്യാർകൂത്തിലും കഥകളിയിലുമാണ് നന്ദന ഇത്തവണ തൃശൂരിനായി തലസ്ഥാന നഗരിയിലെ സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയത്. ജില്ലാ കലോത്സവത്തിലെ മിന്നും പ്രകടനത്തിലൂടെ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് നങ്ങ്യാർകൂത്തിൽ യോഗ്യത നേടിയത്. ഇതേ മികവ് അനന്തപുരിയിലും ആവർത്തിച്ചതോടെ എ ഗ്രേഡും സ്വന്തമായി. ഇതേ ഇനത്തിൽ കഴിഞ്ഞ തവണയും സംസ്ഥാന തലത്തിൽ മാറ്ററിയിച്ച നന്ദന എ ഗ്രേഡ് നേടിയിരുന്നു. അന്ന് അപ്പീലിലൂടെ എത്തിയായിരുന്നു മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. നങ്ങ്യാർകൂത്തിന് പുറമെ ഇത്തവണ കഥകളിയിലും അരങ്ങിലെത്തിയ നന്ദന അതിലും എ ഗ്രേഡ് നേടി. കഥകളിയിൽ അപ്പീലിലൂടെ എത്തിയായിരുന്നു അഭിമാന നേട്ടം കൈവരിച്ചത്. ഇതോടെ ഇരട്ടി സന്തോഷത്തിലാണ് നന്ദന. തീർച്ചയായിട്ടും 2 വട്ടം എ ഗ്രേഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ നങ്ങ്യാർകൂത്ത് പഠിപ്പിക്കുന്നത് പൈങ്കുളം നാരായണ ചെക്കിയാറാണ്. കഥകളി പഠിപ്പിക്കുന്നത് കലാമണ്ഡല അരവിന്ദ മാഷാണ്. അപ്പോൾ അവരോട് വലിയ താങ്ക്സ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനോടും എൻ്റെ പാരൻസിനോടൊക്കെ ഒരുപാട് നന്ദി. തൃശൂർ പൂങ്കുന്നം സ്വദേശി രാജേഷിന്റെയും അധ്യാപികയായ രാഗിയുടെയും മകളായ നന്ദന തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. TCV തൃശൂർ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. സ്പോർട്സ് ടർഫിന് സമീപമാണ് അപകടം. ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയെ കാർ മറികടക്കുന്നതിനിടയിൽ ലോറിയുടെ വശത്തിടിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ പാർക്ക് ചെയ്ത മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയുമായിരുന്നു. സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിലെ CCTVയിൽ അപകട ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൽ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് പെട്ടി ഓട്ടോയിലിടിച്ച അപകടം. പെട്ടി ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. വെളുത്തൂർ സ്വദേശി മാറാൻ വീട്ടിലെ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. മീൻ കച്ചവടക്കാരനായ ഉണ്ണികൃഷ്ണൻ മീനെടുക്കാൻ ചേറ്റുവയിലേക്ക് പോകും വഴിയാണ് അപകടം സംഭവിച്ചത്. പെരിഞ്ഞാനത്ത് നിന്ന് തൃശൂരിലേക്ക് വന്നിരുന്ന കമൽരാജ് ബസ് ഇടിച്ചാണ് അപകടം. ബസ് അമിത വേഗതയിലും പാലത്തിന്മേൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്നതുമാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കോംപ്ലക്സിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും ആശുപത്രിയിലെ വികസനത്തിനു വേണ്ടി കൂടുതൽ സ്ഥലം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ചാവക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ്കുമാർ എന്നിവരും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. നബാർഡ് പദ്ധതിയിൽ 10.8 കോടി രൂപ ഉപയോഗിച്ചാണ് കാഷ്വാലിറ്റി കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. കേരളത്തിൽ തന്നെ IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി 87 വൈറസുകളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെ സാധിക്കും. ഈ സ്ഥാപനം അതിൻ്റെ ആശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടേതാണ്. അത് തിരുവനന്തപുരത്ത് ആണ് ഉള്ളത്. ലോകത്തിലെ ഏത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2023-ലും 2024-ലും ഇവിടെ നമ്മൾ HMPV ആ വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. അനാവശ്യമായിട്ടുള്ളൊരു ഭീതി. കാരണം നമ്മൾ ഒരു ആ നിലയിൽ ആശങ്ക എന്താണ് അതിന്റെ ലക്ഷ്യമെന്നുള്ളതൊക്കെ ഇനി നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ജനിതക മാറ്റം വൈറസിലില്ലെങ്കിൽ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടെൻഡർ നടപടി ശരിയായ രീതിയിലല്ല നടത്തിയതെന്ന് പ്രതിപക്ഷ ആരോപണം. ചാവക്കാട് നഗരസഭയും DMCയും സംയുക്തമായി നടത്തിയ ബീച്ച് ഫെസ്റ്റിവലിൽ സൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ടെൻഡർ നടപടി സുതാര്യമായല്ല നടത്തിയതെന്നും വ്യാജ ടെൻഡർ നടത്തിയതെന്നുമാണ് ആരോപണമുള്ളത്. വാർഡ് കൌൺസിലറും DMC മെമ്പർ കൂടിയായ PK കബീർ, പ്രതിപക്ഷ നേതാവ് KV സത്താർ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരാതിയാണ്. അവിടെ ടെൻഡർ നടപടികൾ സുതാര്യമായല്ല നടന്നിട്ടുള്ളത്. അവിടെ സൗണ്ടും അനുബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് 4 ലക്ഷം രൂപയാണ് ചാവക്കാട് നഗരസഭ വകയിരുത്തി നാളെ കൗൺസിൽ യോഗത്തിൽ പാസ്സാക്കാൻ പോകുന്നത്.
അതിൻ്റെ ടെൻഡർ നടപടികൾ 11/12/2024 1 മണിക്ക് മുമ്പ് പൂർത്തീകരിക്കണമെന്നാണ് ടെൻഡർ പരസ്യത്തിൽ നഗരസഭയും TMCയും പറഞ്ഞിരുന്നത്. പക്ഷേ 21-ാം തീയതിയാണ് അതിൻ്റെ ടെൻഡർ നടപടി എടുത്തിട്ടുള്ളത്. ആ ടെൻഡർ നടപടിയിൽ കാണിച്ചിട്ടുള്ള ബാക്കി വരുന്ന 2 കമ്പനികൾ, 2 കരാറുകാർ വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണ് എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. വ്യാജ ടെൻഡർ നടത്തി കരാറുകാരെ കൊണ്ടുവന്നതുകൂടാതെ ഫെസ്റ്റിവലിന്റെ പേരിൽ നിർബന്ധിച്ച് വ്യാപക പണപ്പിരിവ് നടത്തിയെന്നും ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ പേരിൽ പ്രതിപക്ഷം നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ബീച്ച് ഫെസ്റ്റിവൽ സംഘാടനവുമായി ബന്ധപ്പെട്ട ടെൻഡറും പ്രപ്പോസലും ക്ഷണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ഓർഡറുകൾ നൽകി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും തെറ്റായ രീതിയിലാണ്. 2 ദിവസങ്ങളിലായി നടത്തുന്ന ഈ പരിപാടിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രോഗ്രാമിന് വേണ്ടി പ്രപ്പോസൽ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ സ്റ്റേജ്, ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നിവയ്ക്കായി ടെൻഡർ ക്ഷണിക്കുകയാണ് ചെയ്തത്. ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ടെൻഡർ നഗരസഭയും സ്റ്റേജിന്റെ ടെൻഡർ DMCയും ക്ഷണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ടെൻഡറുകളിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ ടെൻഡറാണ് നമ്മൾ അംഗീകരിച്ചത്. ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത കൊടുങ്ങല്ലൂർ സ്വദേശിയിൽ നിന്നും 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ സ്വദേശി മുഹമ്മദ് റഫ്താസിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കാട്ടാക്കുളം സ്വദേശി രാഹുലിൽ നിന്നും 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. പ്രതി ടെലഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും രാഹുലിനെ ബന്ധപ്പെട്ട് ഓൺലൈൻ ജോലിയിലൂടെ ലക്ഷങ്ങൾ പ്രതിഫലം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു. തുടർന്ന് രാഹുൽ തന്റെയും മറ്റ് പല അക്കൌണ്ടുകളിൽ നിന്നും 7 ലക്ഷത്തോളം രൂപ നിക്ഷേപിക്കുകയായിരുന്നു. ഇതിനിടെ വിദേശത്തേക്ക് കടന്ന പ്രതിയെ ഇന്നലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. കേരള സ്റ്റേറ്റ്സ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം അയ്യന്തോളിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ES ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് PK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V റിയാസ്, തൃശൂർ ജില്ലാ സെക്രട്ടറി TN ദിലീപ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് TP സുരേഷ് കുമാർ, തൃശൂർ ജില്ലാ ട്രഷറർ TV സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റിയാസ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്താവുന്നു. പിന്നെ കുടുംബസഹായ സമിതി VN രാജേഷ് തന്നെയാണ് സെക്രട്ടറിയും സംസ്ഥാന. ചേലക്കര കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. പുതിയ ലാബിന്റെ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. യുവ പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. ആർദ്രം പദ്ധതി വിഹിതമായി 14 ലക്ഷം രൂപയും നാഷണൽ ഹെൽത്ത് മിഷൻ വിഹിതമായി 68.58 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, ഡോക്ടർ P സജീവ് കുമാർ, ഡോക്ടർ TP ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. വൈദ്യുതി ചാർജ് വർധനയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറിയാട് KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. INTC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് എറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീന ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേരി ജോളി, എടവിലങ്ങ് പഞ്ചായത്ത് അംഗം ജോസ്മി ടൈറ്റസ്, നേതാക്കളായ PK അബ്ദുൾ റഹ്മാൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, PH നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളി പെരുന്നാളിന് ബാൻഡ് വാദ്യത്തിനിടെ ബാൻഡ് വായിച്ച് കാണികളിൽ ആവേശം പകർന്ന പള്ളി വികാരി. എറവ് സെന്റ് തെരാസസ് കപ്പൽപ്പള്ളി തിരുനാൾ ദിനത്തിൽ നടന്ന തിരുമുറ്റ ബാൻഡ് മേളത്തിലാണ് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ബാൻഡ് വാദ്യ കലാകാരന്മാരോടൊപ്പം ചേർന്ന് ബാൻഡ് വായിച്ചത്. ഇടുക്കി രാജാക്കാട് ഹെവൻലി വോയ്സ് ബാൻഡ് സെറ്റും പാലക്കാട് ശിവശക്തി ബാൻഡ് സെറ്റും ചേർന്ന് നടത്തിയ സൗഹാർദ്ദ മത്സരത്തിലാണ് ഫാദർ റോയ് ജോസഫ് വടക്കൻ കാണികളിൽ കൗതുകവും ആവേശവും പകർന്നത്. ഏനാമാവ് സ്വദേശിയായ വൈദികൻ സ്വയം പരിശീലനത്തിലൂടെയാണ് ബാൻഡ് വായിക്കാനുള്ള കഴിവ് സ്വായത്തമാക്കിയത്.
മഹാരാഷ്ട്രയിലെ പൽഗാവിൽ നടന്ന അണ്ടർ 19 വടംവലി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ അശ്ലീന ആന്റുവിനെ CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. അശ്ലീനയുടെ ഭവനത്തിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ആദരണം നിർവഹിച്ചു. ട്രസ്റ്റ് ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, EG ജോജു, KR സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നംപറമ്പ് ചിറ്റാട്ടുകര ആന്റു ലിനി ദമ്പതികളുടെ ഏക മകളാണ് അശ്ലീന. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറി. തെക്കേടത്ത് ക്ഷേത്രത്തിൽ തന്ത്രി താമരശ്ശേരി മേക്കാട്ട് ശ്രീജിത്ത് നമ്പൂതിരിയും, വടക്കേടത്ത് ക്ഷേത്രത്തിൽ കിഴക്കിനിയടത്ത് മേക്കാട്ട് നാരായണൻ നമ്പൂതിരിയും കൊടിയേറ്റം നിർവഹിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് തിരുവാതിരക്കളിയും ചൊവ്വാഴ്ച മുതൽ നീരാട്ടം പ്രസാദ ഊട്ടും ഉണ്ടായിരിക്കും. ആചാരങ്ങൾക്കൊപ്പം ക്ഷേത്രകലകൾക്കും പ്രാധാന്യമുള്ളതാണ് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം. ബുധനാഴ്ച വടക്കേടത്ത് ശിവേലിയും തെക്കേടത്ത് ഉത്സവബലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും നടക്കും. വ്യാഴാഴ്ച 10 ആനകളുമായി രാവിലെയും വൈകിട്ടും കാഴ്ച ശിവേലിയും കാർത്തിക ദീപക്കാഴ്ചയും രാത്രി കാർത്തിക വിളക്കും നടക്കും. ചന്ദ്രാപിനി കടനാംകുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് തിരുവാതിരക്കളി അരങ്ങേറി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രമേശ് പള്ളിപ്പറമ്പിൽ, സെക്രട്ടറി രാധാകൃഷ്ണൻ തേവർക്കാട്ടിൽ, ട്രഷറർ ദിലീപ് കൊച്ചിക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ഉത്സവത്തോടനുബന്ധിച്ച് ഞങ്ങളെ തകർക്കാൻ ഗൂഢാലോചന നടന്നുവരികയാണെന്ന് സ്വാമി ദേവചൈതന്യ സരസ്വതി പറഞ്ഞു. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ ഗോപുര സമർപ്പണത്തിലെ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം വരെ തകർക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും നടത്തിയ ശ്രമം ജനങ്ങൾ കണ്ടതാണെന്നും സ്വാമി അഭിപ്രായപ്പെട്ടു. ഭക്തജന സമിതി പ്രസിഡന്റ് P. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. K. രാമചന്ദ്രൻ, KK ശിവദാസൻ, EV നാരായണൻ, K. പ്രകാശൻ, T. ദിനേശൻ എന്നിവർ സംസാരിച്ചു. വേലൂർ രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗം നടന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഔദ്യോഗിക ദുഃഖാചരണത്തിന്റെ ഭാഗമായി ഡിസംബറിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കലാസംഗമം 126 കലാപരിപാടികൾ ഫെബ്രുവരി 8, 9 തീയതികളിൽ നടത്താൻ തീരുമാനിച്ചു. കൂടാതെ ജനുവരി 26 തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ശതാബ്ദി സംഘാടക സമിതി ചെയർമാനും ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ MV രത്നകുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ S. കവിത, PTA പ്രസിഡന്റ് KK രാജൻ, MPTA പ്രസിഡന്റ് ഷെജീന നാസർ, SMC ചെയർമാൻ TD ദയൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് നന്മ സാധുജന സഹായ സംഘത്തിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിർധന കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. ET ടൈസൺ MLA താക്കോൽ ദാനം നിർവഹിച്ചു. ഷുഹൈബ് മദനി അധ്യക്ഷത വഹിച്ചു. അബൂറബി ബാഗവി, AK നിസാർ, ഉസ്മാൻ കൊടുങ്ങല്ലൂർ എന്നിവർ സംസാരിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാം സർക്കാർ തീരുമാനിച്ചാൽ, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ തീരുമാനിച്ചാൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പ്രവർത്തനങ്ങൾക്ക് കുറവുള്ളത് കൊണ്ടല്ല. നമ്മുടെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അധികവും സാമ്പത്തികം വിഭവം കുറവും ആണെന്നുള്ളതാണ്. 59-ാം വയസ്സിൽ നിയമം പഠിച്ച് വക്കീൽ കുപ്പായം അണിയുകയാണ് കോടാലി സ്വദേശിനിയായ മിനി ഡേവിസ് എന്ന വീട്ടമ്മ. വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാർക്ക് കരുത്തും പ്രചോദനവും പകരുന്നതാണ് മിനി ഡേവിസിന്റെ LLB ബിരുദം. കോടാലി ചിറയത്ത് വീട്ടിൽ ഡേവിസിന്റെ ഭാര്യയായ മിനിക്ക് LLB നേടണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പരിയാരം കാഞ്ഞിരപ്പള്ളിയിലെ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന മിനി കൊമേഴ്സിൽ ബിരുദമെടുത്ത് വൈകാതെ വിവാഹിതയായി. വിവാഹത്തിന് മുൻപ് കുറച്ചുകാലം പരിയാരം സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. കുടുംബജീവിതത്തിലേക്ക് കടന്നതോടെ കുട്ടികളുടെ പരിചരണത്തിനായി മുഴുവൻ സമയവും മാറ്റിവെച്ച് വീടിനുള്ളിൽ ഒതുങ്ങി. ഭർത്താവ് പ്രവാസിയായതിനാൽ കുട്ടികളുടെ സംരക്ഷണ ചുമതല മുഴുവനായും ഏറ്റെടുക്കേണ്ടി വന്നു. ഇടയ്ക്ക് കുറച്ചുകാലം മുംബൈയിലും ഗൾഫിലും ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം താമസിച്ചു. LLB എന്ന സ്വപ്നം അപ്പോഴും മനസ്സിലുണ്ടായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് മിനി ഡേവിസ് പറഞ്ഞു. എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു LLB എടുക്കണം എന്നുള്ളത്. ഒരു അഡ്വക്കേറ്റ് ആവാന്നുള്ളത് എൻ്റെ മനസ്സിലെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അന്ന് തുടങ്ങിയുള്ള ഒരാഗ്രഹമാണ്. പക്ഷെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് തന്നെ ഹസ്ബൻഡ് ബോംബെക്ക് പോയി. അപ്പൊ പിന്നെ ഞാൻ മക്കളുടെ കാര്യങ്ങൾ കെയർ ചെയ്യണം.
എൻ്റെ മനസ്സിൽ പിന്നെ അതായി. കാരണം എൻ്റെ ഈ ആഗ്രഹം ഞാൻ തൽക്കാലം പെട്ടിയിലാക്കി എന്ന് പറയാം. മകൻ ഫെലിക്സ് ആണ് അമ്മയുടെ മനസ്സിലെ പണ്ട് മുതലേയുള്ള മോഹം സഫലമാക്കാൻ മുൻകൈയെടുത്തത്. പാലക്കാട് ലക്കിടിയിലെ നെഹ്റു അക്കാദമി ഓഫ് ലോയിൽ പഠനം ആരംഭിച്ചു. തന്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ സഹപാഠികൾക്കൊപ്പം ഇരുന്നാണ് മിനി നിയമപഠനം പൂർത്തിയാക്കിയത്. ഹോസ്റ്റലിൽ താമസിച്ച് റെഗുലർ സ്റ്റുഡൻ്റായി ദിവസവും ക്ലാസ്സിലെത്തിയിരുന്ന തന്നോട് സഹപാഠികളായ പെൺകുട്ടികൾക്ക് ബഹുമാനം കലർന്ന സ്നേഹമാണുണ്ടായിരുന്നതെന്ന് മിനി പറയുന്നു. കോഴ്സ് പൂർത്തിയാക്കിയ മിനി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത് അഭിഭാഷക വൃത്തിക്ക് തുടക്കം കുറിച്ചു. ചാലക്കുടി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനാണ് തീരുമാനം. വർഷങ്ങൾക്ക് മുൻപുള്ള ക്യാമ്പസ് ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു രണ്ടാം ക്യാമ്പസ് ജീവിതത്തിലെ അനുഭവങ്ങളെന്നും അഡ്വക്കേറ്റ് മിനി ഡേവിസ് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് LLB കംപ്ലീറ്റ് ആവാൻ പാസ്സാവാൻ കഴിഞ്ഞു. ഒരു സപ്ലി പോലും ഇല്ലാതെ എനിക്ക് പാസ്സാവാൻ പറ്റി. വീട്ടമ്മമാരായിട്ട് ഒതുങ്ങിയിരിക്കാതെ അത്യാവശ്യം കുടുംബിനി ആവണം, മക്കളുടെ കാര്യം നോക്കണം. പക്ഷെ സ്വന്തം കരിയർ ബ്രേക്കായി എന്ന് പറഞ്ഞിരിക്കാതെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എല്ലാ വീട്ടമ്മമാരും നാളെ മേലില് അവരും മുന്നോട്ട് ഫോർവേഡ് ആയിട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നം കഠിന പ്രയത്നത്തിലൂടെ സഹധർമ്മിണി നേടിയെടുത്തതിലുള്ള ആഹ്ലാദം ഡേവിസ് ചിറയത്തും പങ്കുവച്ചു. കാരണം പണ്ട് മുതലേ ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ മക്കളുടെ കാര്യങ്ങളും ഞങ്ങൾ ഗൾഫിലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയായപ്പോൾ ആൾക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തോന്നുന്നു. ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ആയിട്ട് പോകുന്നു. അപ്പോൾ ആളുടെ എൻറോൾമെന്റ് എല്ലാം ക്ലിയറായി. അതൊരു പ്രത്യേക അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളുടെ മക്കളും എല്ലാവരും ഭയങ്കര മോട്ടിവേഷനാണ്. എല്ലാ കുടുംബാംഗങ്ങളും, ആളുടെ കുടുംബമായാലും ഞങ്ങളുടെ കുടുംബമായാലും ഭയങ്കര മോട്ടിവേഷനായിരുന്നു ആൾക്ക് LLB പഠിച്ച് പാസ്സാവണം എന്നുള്ള ഒരു ആഗ്രഹം. മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകാൻ പ്രായം ഒരു തടസ്സമല്ലെന്നാണ് മിനി ഡേവിസിന് പറയാനുള്ളത്. TCV ന്യൂസ്, കൊടകര. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ തിരുനാൾ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കും. തിരുനാൾ കൊടിയേറ്റം നാളെ കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ നിർവഹിക്കും. കൂടുതുറക്കൽ ശുശ്രൂഷ ശനിയാഴ്ച നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദക്ഷിണം നടക്കും. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഹാലിറ്റ് തൂലാപ്പറമ്പൻ, ഫാദർ ഗ്ലിഡിൻ പഞ്ഞിക്കാരൻ, ഫാദർ ജോസഫ് പയ്യപ്പള്ളി, ട്രസ്റ്റിമാരായ തിമോസ് പാറേക്കാടൻ, CM പോൾ ചാമപ്പറമ്പിൽ, ബാബു ജോസ് പുത്തനങ്ങാടി, ജോമോൻ തട്ടിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. 57,720 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. 7,215 രൂപയാണ് ഗ്രാമിന്റെ വില. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 640 രൂപ വർദ്ധിച്ച് സ്വർണ്ണവില വീണ്ടും 58,000 കടന്നിരുന്നു. തുടർന്ന് ശനിയാഴ്ച 360 രൂപ കുറഞ്ഞ് സ്വർണ്ണവില വീണ്ടും 58,000-ൽ താഴെ എത്തുകയാണ്. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരത്തിന് അർഹയായ VS പാർവതിയെ തൃശൂർ ആദരണീയം സാംസ്കാരിക പൌരാവലി വസതിയിലെത്ത് അനുമോദിച്ചു. നെടുശ്ശേരി പത്മത്തിൽ VB സന്തോഷിന്റെയും വിനീതയുടെയും മകളായ പാർവതി മുക്കാട്ടുകര സെന്റ് ജോർജസ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് S. അജി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് നടന്ന 66ാമത് സംസ്ഥാനതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ചവിട്ടിപ്പൊങ്ങൽ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീഭദ്ര കിരണിനെ താന്യം മണ്ഡലം കോൺഗ്രസ് 6ാം വാർഡ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി അനുമോദിച്ചു. വലപ്പാട് കാർമൽ സെൻട്രൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീഭദ്ര കിരൺ. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് വിനോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ അധ്യക്ഷയായി. ICDS സൂപ്പർവൈസർ CK ഷീബ, പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ്, VV ജയൻ, സജീഷ് സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാതല ക്ഷീരസംഗമം ഈ മാസം 12, 13 തീയതികളായി ശ്രീനാരായണപുരത്ത് നടക്കും. 12-ന് വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള സെമിനാറുകൾ, മുഖാമുഖം, എക്സിബിഷൻ, ഘോഷയാത്ര എന്നിവ നടക്കും. 13-ന് ക്ഷീര കർഷകർക്കുള്ള സെമിനാർ നടക്കും. പൊതുസമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ET ടൈസൺ MLA, ക്ഷീരവികസന വകുപ്പ് തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N. വീണ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ശ്രീനാരായണപുരം ക്ഷീരസംഘം പ്രസിഡന്റ് MV സജീവൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെങ്ങ് കയറ്റത്തിന് പരിശീലനം നൽകി ഗ്രീൻ ആർമി. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ്.
കേരവൃക്ഷത്തിന്റെ ഉയരങ്ങൾ കീഴടക്കാനുള്ള 25-അംഗ സംഘത്തിന്റെ പരിശീലനത്തിന് ബുധനാഴ്ച സമാപനമാകും. തെങ്ങുകയറ്റം വെല്ലുവിളിയല്ലാതാക്കാൻ പ്രത്യേക പരിശീലനം നൽകി വർഷം മുഴുവൻ ജോലി ഉറപ്പാക്കുന്നതിന് കേരള ലേബർ ബാങ്ക് രൂപീകരിക്കാനുള്ള ഗ്രീൻ ആർമി കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം. ലേബർ ബാങ്കിൽ ആദ്യഘട്ടത്തിൽ 25 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളികേര വികസന ബോർഡിന്റെ ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ ബാച്ചിന്റെ പരിശീലനം വടക്കാഞ്ചേരി നഗരസഭയിലെ തിരുത്തിപ്പറമ്പിലുള്ള ഗ്രീൻ ആർമി കേന്ദ്രത്തിൽ നടന്നു വരികയാണ്. 5 ദിന പരിശീലനത്തിന് താമസം, ഭക്ഷണം എന്നിവ സൗജന്യമാണ്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് 1 വർഷം 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ്, തെങ്ങുകയറ്റ യന്ത്രം എന്നിവ നൽകും. പഞ്ചാബിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികളടക്കം 25 പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച ഗ്രീൻ ആർമി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന കൂട്ടായ്മയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളും സേനയുടെ ഭാഗമാണ്. TCV വടക്കാഞ്ചേരി. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ കിരാത പാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. 8 ദേശങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 13 ഗജവീരന്മാർ അണിനിരക്കും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളവും കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കൊച്ചുണ്ണി എ. കർത്ത, സെക്രട്ടറി സുരേഷ് കടപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ശൈലജൻ പാറമേക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം ബുധനാഴ്ച പുലാനി MSCB കൺവെൻഷൻ സെന്ററിൽ നടക്കും. ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി ബ്ലോക്ക് തല കാലിത്തീറ്റ സബ്സിഡി വിതരണ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLAയും മികച്ച ക്ഷീര സംഘത്തെ ആദരിക്കൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജും നിർവഹിക്കും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടത്തിൽ, പൂലാനി ക്ഷീരസംഘം പ്രസിഡന്റ് NG സതീഷ് കുമാർ, ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ PF സെബിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കർഷക സംഘം മണലിത്തറ മേഖലാ കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് VC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B ഷിറാസ്, ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം E ഉമാലക്ഷ്മി, CPIM തെക്കങ്കര ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി AK സുരേന്ദ്രൻ, മേഖലാ ട്രഷറർ സബിത സതീഷ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം 10-ന് നടക്കും. വൈകിട്ട് 5-ന് കാർമൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സിംഗ്ലാൽപുര ഉദ്ഘാടനം ചെയ്യും. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ്, താമരശ്ശേരി രൂപതാ വികാരി ജനറൽ ഫാദർ ജോസി താമരശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. പുതുക്കി പണിത ബസ് സ്റ്റോപ്പുകളുടെ ഉദ്ഘാടനം ബെന്നി ബഹനാൻ MP നിർവഹിക്കും. പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ, ഫാദർ അനൂപ് പുതുശ്ശേരി, ചെയർമാൻ PI ലൈജു, PTA പ്രസിഡന്റ് K സുഗതൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുസ്താഖന്റെ ചായക്കടയിലെ ഇന്നത്തെ വരുമാനം നന്ദന്റെ ചികിത്സയ്ക്ക്. രക്തകോശങ്ങളെയും മജ്ജയെയും ബാധിക്കുന്ന അപൂർവ ഇനം ക്യാൻസർ ബാധിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന പെരുമ്പിലാവ് നെടിയടത്ത് വീട്ടിൽ നന്ദന്റെ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായുള്ള സഹായനിധിയിലേക്കാണ് മുസ്തഫ തന്റെ കടയിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും നൽകി മാതൃകയായത്. കടവലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപം ടീ സ്റ്റാൾ നടത്തുന്ന മുസ്തഫ പ്രളയകാലത്തും കോവിഡ് കാലത്തും തന്റെ കടയിലെ ഒരു ദിവസത്തെ വരുമാനം നൽകി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുണ്ട്. പതിവായി കടയിലെത്തുന്നവർക്ക് പുറമെ മുസ്തഫയുടെ സൽക്കർമ്മത്തിൽ നിരവധി പേരാണ് പങ്കാളികളായി എത്തിയത്. നന്ദൻ ചികിത്സാ സഹായ സമിതി കൺവീനർ KE സുധീർ കടയിലെത്തി മുസ്തഫയുടെ മാതൃകാപരമായ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. നെല്ലിക്കുന്ന് മാർ തിമത്തിയോസ് പള്ളിയിലെ തിരുനാളിന് ഫാദർ ജാക്സ് ചാണ്ടി കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ബിനോയ് നരിപ്പത്ത്, കൈക്കാരന്മാരായ MR തിമ്മത്തി, PP ഫ്രാൻസിസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 10, 11, 12, 13 തീയതികളാണ് തിരുനാൾ. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ മോഷണം പോയതായി പരാതി. പേരാമംഗലം കണ്ണം കുമരത്ത് വളപ്പിൽ രാമചന്ദ്രന്റെ KL 8 AR 7648 നമ്പറിലുള്ള ഇന്നോവ കാറാണ് വീട്ടിൽ നിന്ന് മോഷണം പോയത്. പേരാമംഗലം പോലീസിൽ പരാതി നൽകി.
താന്യം പെരുങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ ഒരേക്കർ തരിശുഭൂമിയിൽ സീന ജയശീലൻ വിളയിച്ച നെൽകൃഷി വിളവെടുത്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി, വാർഡ് മെമ്പർമാരായ മീന സുനിൽ, രഹന പ്രജു, GM-LP സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം സെക്രട്ടറി P. ബിന്ദു, ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ സന്നിഹിതരായി. വയലിനിൽ മുരളീധരൻ ഷൊർണൂരും VT ശങ്കരനാരായണൻ മെഴുത്തൂരും, മൃദംഗത്തിൽ കലാമണ്ഡലം GV ശാസ്ത്രിയും കലാമണ്ഡലം കൃഷ്ണപ്രസാദും പക്കമേളമൊരുക്കി. വെള്ളിയാഴ്ചയാണ് നെല്ലുവായ് ഏകാദശി. പെരിഞ്ഞനം ഈസ്റ്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷം ഈ മാസം 11, 12 തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സുവനീർ പ്രകാശനവും മന്ത്രി നിർവഹിക്കും. 12-ന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Dr. R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30-ക്ക് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന അധ്യാപിക M. സീമ, PTA പ്രസിഡന്റ് NA മുഹമ്മദ് ഹനീഫ, OSA ഭാരവാഹികളായ സുധാകരൻ മണപ്പാട്ട്, ER കാർത്തികേയൻ, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, സ്റ്റാഫ് പ്രതിനിധി UK ഹസനുൽ ബന്ന, സ്കൂൾ ലീഡർ മുഹമ്മദ് ദുജാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കും. വ്യാഴാഴ്ച തൃശൂരിൽ KV ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടത്ത് തെരുവു നായ്ക്കൾ വളഞ്ഞിട്ടാക്രമിച്ച മാൻപേടയ്ക്ക് പ്രദേശവാസിയും ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യനുമായ കിഴക്കേപ്പിടിക പോൾദാസ് രക്ഷകനായി. വനപ്രദേശത്ത് നിന്ന് കൂട്ടം തെറ്റി ജനവാസ മേഖലയിലിറങ്ങിയ മാനിനെ 8ഓളം വരുന്ന തെരുവു നായ്ക്കൂട്ടം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. തെരുവു നായ്ക്കളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണത്തിൽ നിന്നും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോൾദാസ് തെരുവു നായ്ക്കളെ തുരത്തി മാനിനെ രക്ഷിക്കുകയായിരുന്നു. വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി മാനിനെ കാട്ടിലേക്ക് വിട്ടയച്ചു. വാണിജ്യം. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ജ്വല്ലറിയിൽ ഡയമണ്ട് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. ആകർഷകമായ സമ്മാനങ്ങളോടെ 25 ദിവസം നീണ്ടുനിൽക്കുന്ന ഗ്രാൻഡ് ഡയമണ്ട് ഫെസ്റ്റിനും ഇതോടെ തുടക്കമായി. അംഗീകൃത ലാബിലെ സർട്ടിഫിക്കറ്റോടെ ഗുണനിലവാരമാർന്ന വജ്രാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഡയമണ്ട് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യാന്തര നിലവാരമുള്ള ഡിസൈനുകളും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുമാണ് ഡയമണ്ട് കൗണ്ടറിന്റെ പ്രത്യേകത. ഉപഭോക്താക്കളുടെ മനസ്സിനും വസ്ത്രധാരണത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഡയമണ്ട് നെക്ലേസുകൾ, വളകൾ, കമ്മലുകൾ, മോതിരങ്ങൾ എന്നിവ കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവുമുണ്ട്. സാധാരണക്കാർക്ക് ബഡ്ജറ്റിനിണങ്ങിയ വജ്രാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരത്തിനൊപ്പം ആകർഷകമായ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയതായി മാനേജിംഗ് ഡയറക്ടർ PH വിലാസ് പറഞ്ഞു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മിനി ഗുരുവായൂർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഫിനാൻസ് മാനേജർ EU ശ്രീനാരായണൻ, ഷോറൂം മാനേജർ ബിറ്റോ തോമസ്, വിവിധ സംഘടനാ പ്രതിനിധികളായ R. ജയകുമാർ, വിനീത് മോഹൻ, ഡോക്ടർ PV മധുസൂദനൻ, TN മുരളി, MA ആസിഫ്, P. മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡയമണ്ട് ഫെസ്റ്റ് 31-ന് സമാപിക്കും. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 8078041000 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7,180 രൂപ, പവന് 57,440 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,260 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. HMV വൈറസ് ബാധ സംബന്ധിച്ച് സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രാജ്യത്ത് HMPV പടരുന്ന സാഹചര്യം നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. HMV വൈറസ് രോഗഭീതിയിൽ തൃശൂർ ജില്ലയിൽ. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവം. തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജനീഷ് പിടിയിൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരം മുറുകി 781 പോയിന്റുമായി തൃശൂരും കണ്ണൂരും ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 779 പോയിന്റുമായി കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൽ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് പെട്ടി ഓട്ടോയിലിടിച്ച അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.